സൂപ്പർ സ്റ്റാറായ ഒരു നടൻ അറിയാതെ അയാളെ നായകനാക്കി ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സംവിധായകൻ. പേടിത്തൊണ്ടനായ സൂപ്പർ സ്റ്റാർ ഒളിച്ചു വെച്ചിരിക്കുന്ന ക്യാമറകൾ. ഈ പ്ലോട്ട് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്ന സിനിമ ഉദയനാണ് താരമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് മറ്റൊരു പടത്തിനെ പറ്റിയാണ്. 1999 പുറത്തിറങ്ങിയ ബൗഫിംഗർ. ഫ്രാങ്കോസ് സംവിധാനം ചെയ്തൊരു അമേരിക്കൻ കോമഡി മൂവിയാണിത്. റോബർട്ട് ബൗഫിംഗർ എന്നൊരു ക്യാരക്ടർ, അയാൾക്ക് കുഞ്ഞിലേ തൊട്ടുള്ളൊരു ആഗ്രഹമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളത്. അയാളുടെ കയ്യിൽ വലിയ ബഡ്ജറ്റില്ല, ഒരു ക്രൂ ഇല്ല, അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ആവശ്യമായിട്ടുള്ള പലതും ഇല്ല. പക്ഷേ അയാൾക്ക് അതിനേക്കാളൊക്കെ വലിയ അംബീഷൻ ഉണ്ട്. ആ അംബീഷൻ എങ്ങനെയാണ് ഒരു ഭ്രാന്തൻ പ്ലാനായി മാറുന്നത് എന്നാണ് ഇതിലെ കഥ. പ്രധാനമായും ഈ സിനിമ ഒരു സട്ടയറാണ്. ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന ആളുകൾ, അമിതമായ താര ആരാധന, ഇതൊക്കെ ഈ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഒരു സട്ടയർ ആണെങ്കിലും ഈ സിനിമയുടെ പ്രധാന ശക്തി അതിലെ ഡയലോഗ്സ് അല്ല, മറിച്ച് ആ ഒരു ഫിസിക്കൽ കോമഡിയും വിഷ്വൽ ഗാഗ്സുമാണ്. ഒരുപാട് ക്രിയേറ്റീവായ സീൻസ് ഈ പടത്തിലുണ്ട്. ഒരു വണ്ടിയുടെ പുറത്ത് ഒരു മരം വെച്ചുകൊണ്ട് പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ വൻ വിറ്റാണ്. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പറക്കം നൽകിയ സിനിമയിൽ ഇവർ കല്യാണ വണ്ടിയായിട്ട് പോണൊരു സീനുണ്ടല്ലോ, അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഈ ബൗഫിംഗർ എന്ന ക്യാരക്ടർ ഈ രഹസ്യമായിട്ട് സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കുറേ മെത്തേഡ്സ് ഉണ്ട്. ഹിഡൻ മൈക്രോഫോൺസ് ഉപയോഗിക്കുന്നതും സെക്യൂരിറ്റി ക്യാമറ വഴി ഷൂട്ട് ചെയ്യുന്നതും, അങ്ങനെ പലതരത്തിൽ ഫിലിം മേക്കിങ്ങിനെ ഒരു കോമിക്കലായ രീതിയിൽ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു പോസിറ്റീവായി തോന്നിയത് എഡി മർഫിയുടെ ഡബിൾ റോളുള്ള പെർഫോമൻസാണ്. ഒന്ന് ഒരു സൂപ്പർ സ്റ്റാർ ക്യാരക്ടർ, രണ്ടാമത്തേത് ആ സൂപ്പർ സ്റ്റാർ ക്യാരക്ടറിൻ്റെ ഫേസ് കട്ടുള്ള മറ്റൊരു ക്യാരക്ടർ. ഈ രണ്ട് ക്യാരക്ടേഴ്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിലൊരാളാണെങ്കിൽ കുറേ കോൺസ്പിറസി തിയറീസ് വിശ്വസിച്ച് പാരനോയ കയറി എല്ലാവരെയും സംശയിച്ച് നടക്കുന്ന ക്യാരക്ടർ. മറ്റേയാളാണെങ്കിൽ തികച്ചും ഷൈ ആയൊരു ക്യാരക്ടർ. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും ഒരാൾ തന്നെയാണ് പോർട്രേ ചെയ്തതെന്ന് ഒറ്റയടിക്കേണ്ട ചിലപ്പം മനസ്സിലായില്ലെന്ന് വരും. മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ എന്ന മീഡിയം ഇഷ്ടപ്പെടുന്ന ആളുകൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ബൗഫിംഗർ. സിനിമ എത്ര വലിയൊരു ഇല്യൂഷനാണെന്നും ചില സമയത്ത് ആ ഇല്യൂഷൻ സൃഷ്ടിക്കാൻ വേണ്ടി ആ ആളുകൾ ഏതറ്റം വരെ പോകുമെന്നും ഈ സിനിമ വളരെ രസകരമായി കാണിച്ചു തരുന്നു. ഉദയനാണ് താരം എന്ന സിനിമയിലെ ചില സിറ്റുവേഷൻസും ചില സീൻസും ഒരു പക്ഷേ ബൗഫിംഗർ എന്ന സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയതായിരിക്കാം. പക്ഷേ ഉദയനാണ് താരം ബൗഫിംഗറിനേക്കാൾ മികച്ചൊരു സിനിമയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.